അടിപൊളിയല്ലേ? ഓക്കെ, ഇനി അടുത്ത പണി എന്ന് പറയുന്നത് ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ട്രാവൽ ടെക് ട്രാൻസ് യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നെന്ന് പറയുന്നത് ശരിക്കും എനിക്ക് ഡ്യൂട്ടി ഇല്ല, ഓഫ് ഡ്യൂട്ടിയാണ്. അപ്പോൾ ഇന്നൊന്ന് സുഖമായിട്ട് വീട്ടിൽ കിടക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിന് കഴിയില്ല. കാരണം വേറെ ഒന്നുമല്ല, ഞാൻ നോക്കിയപ്പോൾ എൻ്റെ മുറി മൊത്തം അലങ്കോലമായിട്ട് കിടക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ കുറച്ചുകൂടെ ഒന്ന് ക്ലീൻ ചെയ്യാമെന്ന് വിചാരിച്ചു. അവൻ കണ്ടില്ല, ഇവിടെയൊക്കെ കുറേ സാധനങ്ങളൊക്കെ വാരിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ക്ലീൻ ചെയ്യണം. പിന്നെ നമ്മുടെ സിസ്റ്റത്തിൻ്റെ ആ ടേബിളൊക്കെ നന്നായിട്ട് പൊടിയൊക്കെ അടിച്ചിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. പിന്നെ മാത്രമല്ല ബെഡ്ഷീറ്റൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കി ഇടാന്ന് വിചാരിച്ചു. അപ്പം അത്യാവശ്യം പണിയുണ്ട്. ഈ മുറി മാത്രമല്ല, ഞാൻ ആലോചിക്കുന്നത് ഇനി ഹാളിലും പിന്നെ അച്ഛൻ്റെ അമ്മയുടെ റൂമും ഒക്കെ ഒന്ന് ഇന്നത്തെ ദിവസം ക്ലീൻ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദമായ സ്വാഗതം. ഫസ്റ്റത്തെ പണി എന്ന് പറയുന്നത് തന്നെ നമുക്ക് നമ്മുടെ ഫിൽറ്റർ ഒന്ന് ക്ലീൻ ചെയ്യണം. അതായത് ഇവിടുത്തെ വെള്ളം ഒരല്പം എന്താ പറയുക, കളർ വ്യത്യാസവും പിന്നെ രുചി വ്യത്യാസവും ഉള്ളതുകൊണ്ട് തന്നെ നമ്മളിവിടെ ഫിൽറ്റർ ഘടിപ്പിച്ചിരുന്നു. ഇത് കാണിച്ചു തരാം. ഇതാണ് ആ റൈറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു ഫിൽറ്ററിലെ വെള്ളം ഒന്ന് നമുക്ക് 2 ദിവസം 3 ദിവസം കൂടുന്ന ക്ലീൻ ചെയ്താൽ മാത്രമേ ഈ ഫിൽറ്റർ ക്ലിയർ ആയിട്ടിരിക്കുകയുള്ളൂ. അപ്പോൾ അതാണ് ആദ്യത്തെ പണി എന്ന് പറയുന്നത്. അപ്പം കാണിച്ചു തരാം. അതല്ല, ഫിൽറ്ററിലെ ചെളിവെള്ളമെല്ലാം പുറത്തേക്ക് വരുന്നത് ഈ ഒരു പ്രൊഡക്റ്റ് വെച്ചിരിക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് നമ്മുടെ വെള്ളമെല്ലാം നല്ല ക്ലിയർ ചെയ്ത് വരുന്നതാണ്. അപ്പോൾ ഈ ക്ലിയർ ചെയ്തതിൻ്റെ അവസാനത്തെ ഈ വേസ്റ്റൊക്കെയാണ് ഈ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഫിൽറ്ററിൻ്റെ ക്ലീനിങ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞു. ഇനി അങ്ങനെ വന്നപ്പോഴത്തേക്കാണ് അതെ അച്ഛൻ ഇവിടെ കടയിൽ പോയതിനു ശേഷം തിരിച്ചു വന്നിട്ടുണ്ട്. എവിടെയാണ് അച്ഛൻ പോയത്? ഗുളിയൊക്കെ വാങ്ങിക്കാൻ വേണ്ടി കടയിൽ പോയിരുന്നു. അത് കഴിഞ്ഞിട്ട് അച്ഛൻ തിരിച്ചു വന്നിട്ടുണ്ട്. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ മുറിയൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. അപ്പോൾ നേരെ നമുക്ക് അതിലോട്ട് കിടക്കാം. ഞാൻ ഈ ഒരു ഭാഗമെല്ലാം നീറ്റ് ആക്കിയിട്ടുണ്ട്. ഈ ഭാഗത്ത് ഇപ്പോൾ ഒന്നുമില്ല. ഇതിനകത്തുള്ള സാധനങ്ങളെല്ലാം മാറ്റിയിട്ടുണ്ട്. ഇനി ഇവിടെ ബാഗ് വയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ചൂസ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഈ ഒരു ഭാഗത്തായിട്ടൊക്കെ നമ്മുടെ ഹാങ്ങറുകളും കാര്യങ്ങളൊക്കെയാണ്. ഷർട്ടൊക്കെ നമുക്ക് തൂക്കിടാൻ വേണ്ടി പിന്നെ ഇതിൻ്റെ ഒരു തോർത്താണ്. അതെ, ഈ ഒരു ഫോട്ടോ ആരുടെയാണെന്ന് മനസ്സിലായോ നിങ്ങൾക്ക്? അതായത് നമ്മുടെ 2017 സമയത്ത് പാർക്കുട്ടി കൊച്ചായിരുന്നപ്പോൾ എടുത്ത ഫോട്ടോയാണ്. അത് വെച്ചിട്ട് 2017 കലണ്ടർ ഉണ്ടാക്കിയിരിക്കുന്നതാണ്. കേട്ടില്ലേ? പാർക്കുട്ടി പണ്ട് നല്ല കുറേ കൂടെ ക്യൂട്ടായിരുന്നു. അടിപൊളിയല്ലേ? ഓക്കെ, ഇനി അടുത്ത് സെറ്റ് ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ ഒരു കമ്പ്യൂട്ടർ ടേബിളാണ്. ഈ കമ്പ്യൂട്ടർ ടേബിളിൻ്റെ എല്ലാ ഭാഗവും ഒന്ന് തുടച്ച് വൃത്തിയാക്കി നീറ്റാക്കി ഇരിക്കണം. ഇനി അടുത്ത അതാണ് വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഒട്ടും വൈകാതെ തന്നെ നമുക്ക് വർക്കിലേക്ക് കിടക്കാം. ഗായ്സ്, ഇനി അടുത്ത പണി എന്ന് പറയുന്നത് നമ്മുടെ ബെഡ്ഷീറ്റ് എല്ലാം നനയ്ക്കണം. അത് മാത്രമല്ല ഈ കർട്ടൻസ് നനയ്ക്കണം. കർട്ടൻ എനിക്ക് തോന്നുന്നത് ഏകദേശം 1 മാസം അടുപ്പിച്ചായി നനച്ചിട്ട്. അപ്പോൾ ഇനി ആ ഒരു പണി കൂടെയാണുള്ളത്. എന്തായാലും നമുക്ക് അതും കൂടെ ഒന്ന് ചെയ്തേക്കാം. അങ്ങനെ തുണികളെല്ലാം വാഷിംഗ് മെഷീനിൽ നനയ്ക്കി ഇട്ടിട്ടുണ്ട്. ബെഡ്ഷീറ്റും മാത്രമല്ല നമ്മുടെ കർട്ടൻസും. ഇനി അടുത്ത പണി എന്ന് പറയുന്നത് മുറി ഒന്ന് തുടയ്ക്കണം. അപ്പോൾ നമുക്ക് നേരെ ഒട്ടും വൈകാതെ തന്നെ ആ പണി കൂടെ ചെയ്തേക്കാം. ഞാൻ എൻ്റെ റൂമെല്ലാം ക്ലീൻ ചെയ്തിരിക്കുകയാണ്. കണ്ടില്ലേ ഗായ്സ്, ബെഡെല്ലാം ഈ ഷീറ്റെല്ലാം നനച്ച് വിരിച്ചിട്ടുണ്ട്. പിന്നെ കർട്ടൻസും അതേപോലെ നനച്ച് വിരിച്ചിരുന്നു. പിന്നെ എൻ്റെ കമ്പ്യൂട്ടർ ടേബിളും ഏകദേശം പൊടിയെല്ലാം അടിച്ച് നല്ല വൃത്തിയാക്കിയെല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. അതെ, അമ്മ വന്നിട്ടുണ്ട്. അമ്മ എന്തോ ഒരു സാധനം എനിക്ക് വേണ്ടി സ്പെഷ്യലായിട്ട് ഉണ്ടാക്കി കൊണ്ടുവന്നിട്ടുണ്ട്. നമുക്ക് ചോദിക്കാം, എന്താണ്? ഓട്സ് ആണ് അമ്മ എനിക്ക് വേണ്ടി ഉണ്ടാക്കി കൊണ്ടുവന്നിരിക്കുന്നത്. നല്ല ചൂടോടെ ഓട്സ്. വീഡിയോ എഡിറ്റ് ചെയ്തുകൊണ്ടിരുന്നപ്പോഴാണ് ഞാൻ ആലോചിക്കുന്നത് ഈ വീഡിയോയ്ക്ക് ഒരു എൻഡിങ് പറഞ്ഞില്ലല്ലോ എന്നുള്ളത്. എന്നാൽ പിന്നെ ദേ പിടിച്ചോ. വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ആൻഡ് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സൈഡിൽ കാണുന്ന ബെല്ലൈക്കൺ എന്നും പറയും പോലെ ഇനേബിൾ ചെയ്യുക. എന്നാൽ മാത്രമേ ഞങ്ങളുടെ വീഡിയോസിന്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ ലഭിക്കുകയുള്ളൂ. അപ്പം മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം. ആൻഡ് ഇറ്റ്സ് മീ യുവർ ശ്രീലാൽ സൈനിങ് ഓഫ്.